ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ജസ്റ്റ് ഒന്ന് മതിലൊക്കെ ഒന്ന് പൊളിച്ചൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അതൊന്ന് പൊളിക്കണം. ചെയ്യാം. ഓക്കെ, അടുത്ത മാസം ഈ വീടിന്റെ പാല് കാച്ചില. പാല് എടാ ഞാൻ പറഞ്ഞത് നീ ചെയ്താൽ മതി, മനസ്സിലായോ? അതേപോലെ ഈ മുതലാളി വലിയ കോടീശ്വരനാണ്. അടുത്ത ഇനി നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല വൃത്തിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിനക്ക് ഞാൻ ഈ കൺസ്ട്രക്ഷൻ പണി ഞാൻ ഏൽപ്പിച്ചു തരും. ഉറപ്പാ? ഉറപ്പാ. പറഞ്ഞു പോയി കേട്ടോ. ഞാൻ അവിടെ ഉണ്ടാവും, മുതലാളി പോയി വരും. ഓക്കെ, ക്ലിയർ കിട്ടോ. ഓക്കെ, എന്താണ് പണിക്ക് എന്തായി? പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഒക്കെ എന്തായി? വീടിന് നമുക്ക് അടുത്ത മാസം നമുക്ക് പാല് വെച്ചാ. കുടുംബക്കാരൊക്കെ ആയിട്ട് എല്ലാവരും കൂടി പോരി. അടുത്ത മാസം നമുക്ക് പാല് വെച്ചാ. പണിയൊക്കെ എങ്ങനെയാ? പണിയൊക്കെ അടിപൊളിയാ. യുദ്ധാടിസ്ഥാനത്തിലല്ലേ പണിയെടുക്കുന്നത്. പണിക്കാരാട്ടോ, വേഗം പണി ചെയ്യുന്നുണ്ടല്ലോ. മുതലാളി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച പണി ഞാൻ കൃത്യമായിട്ട് വൃത്തി ചെയ്യലില്ലേ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. നമ്മൾ വീടാണ് പോയാലോ? വീട് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. അതായത് നമ്മളെ മതിൽ കെട്ടുമ്പോ തൊട്ടടുത്ത വീട്ടുകാർക്ക് ഒരു പരാതി, അവിടേക്ക് കയറി പോയി. അതുകൊണ്ട് ഇപ്പൊ മതിൽ മാറ്റി പൊളിച്ച് പുതിയ ചെയ്യാം. അതുകൂടി കഴിഞ്ഞ് നമുക്ക് കാണാം. പിന്നെന്താ മുതലാളി, മോളെ MBBS പഠിച്ച് ഡോക്ടറായോ? ഓള് കേറിയില്ലേ മെഡിക്കൽ കോളേജ്? നീ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച. എന്താ സൗണ്ട്? അത് അവിടെ എന്തോ ഒരു ഉത്സവം തോന്നുന്നു. ആടാകെ മാറി. ഇപ്പൊ പണ്ടത്തെ മായിരുന്നല്ലോ, ഫുള്ള് മാറിപ്പോയി. കഴിഞ്ഞോ? കുറച്ച് ലേറ്റ് ആയിക്കല്ലോ മോനെ. നമ്മളെ പണിക്കാരനാട്ടോ, കുറച്ച് ടൈം എടുത്താലെന്താ? നല്ല വൃത്തിയിൽ ജോലി ചെയ്യട്ടോ. ഇനി അടുത്ത എന്റെ എല്ലാ കൺസ്ട്രക്ഷന്റെ പണി ഞാൻ ഏൽപ്പിക്കുന്നത് ഇവനെയാ. ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ചൊറിയ എടുക്കരുത്. മലയാളി നമുക്ക് നമ്മളെ സ്ഥലം കണ്ടുവന്നല്ലോ. ക്യാഷ് ഞാൻ ഗൂഗിൾ പേ ചെയ്യാടാ. മലയാളി ഒന്ന് കണ്ണു വെക്കണം. പുതിയ വീടല്ലേ, ഒത്തണന്നേ ഒത്തുന്നേ. കമോന്നേ. മുതലാളി ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഉണ്ട്. കഴിഞ്ഞില്ല, ഒരു മിനിറ്റ്. രാവിലെ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതേപോലെ ഒരു പണിക്കാരനായിട്ട് എന്റെ ഭാഗ്യം. അയ്യാൻ വിളിച്ച് എടാ പന്നി, നിന്നോടാണ് വീട് വിളിക്കാൻ പറഞ്ഞേ. നിങ്ങൾ വീട് വിളിക്കാറേ വീടാ. എടാ മതില് അടുത്ത മാസം മുതലാളിക്ക് പാല് വെച്ചാൽ ഞാൻ മുതലാളിയോട് എന്ത് പറയണം? നമുക്ക് അപ്പുറത്ത് അടുപ്പ് കൂട്ടിയാലോ? അങ്ങനെ ഊടോ മുതലാളി. വന്നോ? നമുക്ക് ഈ പാല് കാച്ചിൽ അടുത്ത കൊല്ലായിക്കാലോ. മുതലാളി പണിക്കാരന് ചെറിയൊരു കയ്യബദ്ധം മുതലാളി. അടുത്ത കൊല്ലം എന്തായാലും ഞാൻ അണിറോസ് ഉദ്ഘാടനം എടുക്കുന്ന നോക്കി.